പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ആരേലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ? പറയാൻ ഇച്ചിരി പുളിക്കും കേട്ടോ. എന്റെ കർത്താവിന് അധികാരമുള്ളവനായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ മാത്രമാണ് പുനരുത്ഥാനവും, ഞാൻ മാത്രമാണ് ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ല. എന്റെ ജീവനെ കൊടുപ്പാനും എന്റെ ജീവനെ എടുപ്പാനും എനിക്ക് അധികാരമുണ്ടെന്ന് എന്റെ കർത്താവ് പറഞ്ഞു. ലോകത്താരും പറഞ്ഞിട്ടില്ലാത്ത അവന്റെ അവകാശവാദങ്ങൾ, ലോകത്താരും ഉന്നയിക്കാത്ത അവകാശവാദങ്ങളാണ്. എന്തെന്നോ, ദൈവമേ, നീ മനുഷ്യനെ രക്ഷിപ്പാൻ മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചപ്പോൾ നിന്നോട് തുലനം ചെയ്യാൻ ഒരു വ്യക്തിയും ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, അത്ഭുതങ്ങളുടെ കലവറയാണ് യേശു. അവൻ ഈ ലോകത്തിൽ വന്നത് പ്രവചനത്തിനനുസരണമാണ്. പ്രവചനത്തിനനുസരണമായി ലോകത്തിൽ വന്ന് പ്രവചനത്തിനനുസരണമായി ജീവിച്ച് പ്രവചനത്തിനനുസരണമായി കഷ്ടപ്പെട്ട് പ്രവചനത്തിനനുസരണമായി മരിച്ചുയർത്തെഴുന്നേറ്റ് പോയ ഒരു വ്യക്തിയെ ലോകം ഇതുവരെ കണ്ടിട്ടില്ല. മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം, എല്ലാ നാമത്തിനും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മലയും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. യേശുനാമം അതിശയനാമം, ഏഴനിക്കുംബനാമം. അതിശയനാമം, ഏഴനിക്കുംബനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. യേശുനാമം അതിശയനാമം, ഏഴനിക്കുംബനാമം. യേശുനാമം അതിശയനാമം, ഏഴനിക്കുംബനാമം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ ഏതാണ്ട് 300-ലധികം പ്രവചനങ്ങൾ ഒരൊറ്റയടിക്ക് അവനെ സംബന്ധിച്ച് നിവർത്തിയായി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ എങ്ങനെ വരുമെന്ന് വളരെ വ്യക്തമായി ഉൽപ്പത്തി പുസ്തകം 3:15 സ്ത്രീയുടെ സന്തതിയായി വരുമെന്ന്. ഇംഗ്ലീഷിൽ സീഡ് ഓഫ് വുമൺ. സീഡ് ഈസ് നോട്ട് ഇൻ വുമൺ, സീഡ് ഈസ് ഇൻ മാൻ. മനുഷ്യ നിയമങ്ങൾക്കപ്പുറമായി സ്ത്രീയുടെ സന്തതിയായവൻ വരുമെന്ന്. അത് തന്നെ യെശയ്യാവിന്റെ പുസ്തകം 7-14 കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, പ്രവചനങ്ങൾ എത്ര അച്ചട്ടാണെന്ന്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൻ എവിടെ വരുമെന്ന് മീഖായുടെ പുസ്തകം 5:2 പറഞ്ഞിട്ടുണ്ട്. അവൻ എപ്പോൾ വരുമെന്ന് ദാനിയേലിന്റെ പുസ്തകം 9-ാം പറഞ്ഞിട്ടുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ കഷ്ടപ്പെടുമെന്ന്, അവൻ മരിക്കുമെന്ന്, അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെയും യെശയ്യാവിന്റെ പുസ്തകം 53, സങ്കീർത്തനങ്ങൾ, ധാരാളം പ്രവചനങ്ങൾ കൊണ്ട് വിശുദ്ധ വേദപുസ്തകം നിറഞ്ഞിരിക്കുക. നിങ്ങൾ സുവിശേഷം വായിച്ചാൽ തിരുവെഴുത്ത് നിവൃത്തിയാകുമ്പോഴും അങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവൃത്തിയാകുമ്പോഴും ഇങ്ങനെ സംഭവിച്ചു എന്ന് കാണുവാൻ കഴിയും. എന്റെ കർത്താവിന്റെ ജീവിതത്തിന്റെ ഓരോ കാൽച്ചുവടും പ്രവചനങ്ങളുടെ നിവൃത്തിയായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയ ശേഷം അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നടക്കുന്ന ഈ കോലാഹലങ്ങൾ മുഴുവനും എന്റെ കർത്താവ് വരുന്നതിന് മുമ്പ് നടക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ വരുന്നതിന് മുൻപ് നിറവേറുമെന്ന് പറഞ്ഞ പ്രവചനങ്ങൾ ഒട്ടുമുക്കാലും വളരെ വളരെ ശീഘ്രഗതിയിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ശനിയാഴ്ചയും ഞായറാഴ്ച
സാക്ഷിയും. എന്റെ കർത്താവിന്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തില് ചില കാര്യങ്ങള്, പ്രവചന നിവർത്തികള്, നിന്റെ വിശ്വാസം ഉറയ്ക്കുന്നതിന് വേണ്ടി യേശു വേണ്ട എന്ന് പറഞ്ഞ് പുറം തള്ളിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിനക്കിനി അവസരം ലഭിക്കില്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിശുദ്ധ വേദപുസ്തകം സത്യമാണെന്ന്, ഇത് ദൈവത്തിന്റെ വചനമാണെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവജനങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്റെ കർത്താവ് വരാൻ പോകുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിനെ പോലെ ഒരു വ്യക്തിയെ ലോകം ഇതുവരെയും കണ്ടിട്ടില്ലോ. എന്റെ യേശുവിന്റെ നിസ്തുലതയെ പറ്റിയാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുറിപ്പ് കൂടെ പറയട്ടെ. പൗലോസേ, നീ എന്തിനാണ് യേശുവിന്റെ ക്രൂശിൽ പ്രശംസിച്ചത്? ഒരു കുറിപ്പ് കൂടെ ഞാൻ പറയട്ടെ. ക്രൂശിലെ മരണം നിസ്തുലമായിരുന്നു. ക്രൂശിലെ വ്യക്തി നിസ്തുലനാണ്. ക്രൂശിലെ മരണം നിസ്തുലമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താണ് ക്രൂശ് മരണത്തിന്റെ പ്രത്യേകത? അത് മാത്രം പറഞ്ഞു ഈ രാത്രി ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, മരണമില്ലാത്ത ദൈവമേ, മരിക്കുന്നതിനായി നീ മനുഷ്യനായി തീർന്നു എന്നുള്ളത് എന്റെ കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ നിസ്തുലതയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. മരണം എന്നുള്ളതിനെ പറ്റി ദൈവം അനുവദിച്ചാൽ അവസാന രാത്രി ചില കാര്യങ്ങൾ പറയാം. ഇന്നത് പറയാനായിട്ട് നമുക്ക് സമയമില്ല. മരണമെന്ന് പറഞ്ഞിരിക്കുന്നത് പാപത്തിന്മേലുള്ള ദൈവത്തിന്റെ ശിക്ഷയാണ്. എല്ലാ മനുഷ്യരും പാപികളെന്ന് റോമാലേഖനം 3:23 വായിച്ചു. ഒരു വാക്യം കൂടെ വായിക്കാം ദൈവം അനുവദിച്ചാൽ. നാളെ കൂടുതൽ വാക്യങ്ങൾ പറയാമേ. റോമാലേഖനം 5:12 വേഗം വായിക്കണമേ. അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും. ആരായി ഏകമനുഷ്യൻ? ആദാം. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ. അണ്ടർലൈൻ ചെയ്തു. എല്ലാവരും പാപം ചെയ്തു. മുമ്പേ കണ്ട് എല്ലാവരും എന്നുള്ള അണ്ടർലൈൻ ചെയ്തോണം കേട്ടോ. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആദാമാണ് പാപം ചെയ്തത്. ആദാം പാപം ചെയ്തപ്പോൾ വിശുദ്ധനായ ദൈവമേ, നിന്റെ മുമ്പിൽ മനുഷ്യജാതി മുഴുവനും പാപത്തിൽ വീണുപോയി. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപിയെ നിഗ്രഹിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ വെറും നീതി മാത്രമാണ്. ദൈവം നീതിമാനാണ്. ദൈവം വിശുദ്ധനാണ്. നീതിമാനായ ദൈവമേ, പാപിയെ ശിക്ഷിക്കാതെ, പാപത്തിന്റെ മേലുള്ള ശിക്ഷ നടപ്പാക്കാതെ പാപിയെ മോക്ഷത്തിന് അർഹനാക്കുന്നത് ദൈവനീതിക്ക് ചേർന്നതല്ല. പ്രസാദിയോറിയാന്റെ നെഞ്ചത്തടി കണ്ടുകൊണ്ടോ, കരയുന്നത് കൊണ്ടോ, ഉപവസിക്കുന്നത് കൊണ്ടോ, പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ, നല്ല കുഞ്ഞായി ജീവിക്കുന്നത് കൊണ്ടോ, ചടങ്ങുകൾ കൊണ്ടോ, ആചാരങ്ങൾ കൊണ്ടോ ദൈവനീതി നിറവേറ്റപ്പെടുന്നില്ല. ദൈവനീതി പാപിയെ നിഗ്രഹിക്കണമെന്ന് പറയുന്നു. റോമാലേഖനം 6:23 പറയുന്നു. വായിച്ചോട്ടെ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തെറ്റായിട്ട് എടുക്കരുതേ. പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന് പറയുന്നത് നിത്യമായി ദൈവത്തിൽ നിന്നുള്ള വേർപാടാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിത്യമായി ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്. ആ മരണത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാപിയായിരിക്കുന്ന മനുഷ്യൻ പാപത്തിന്മേലുള്ള വെച്ചിരിക്കുന്ന ശിക്ഷ ദൈവത്തിൽ നിന്നാകുന്ന തീപ്പൊയ്കയിൽ നരകത്തിൽ നിത്യമായി ചെലവഴിക്കുന്നതാണ്. വായിച്ചാട്ട് വെളിപാട് പുസ്തകം 20. നമുക്ക് വായിക്കാൻ അധികം സമയമില്ല. എങ്കിൽ 1-2 വാക്യങ്ങളിലൂടെ മരണത്തെ പറ്റി അറിഞ്ഞിരിക്കണം. മരണം, പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം എന്ന് പറയുന്നത്, പാപിയായ മനുഷ്യന് ശാരീരിക മരണം സംഭവിക്കുമ്പോൾ അവൻ യാതനാ സ്ഥലത്ത് പോവുകയും രണ്ടാം പുനരുത്ഥാനത്തിൽ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് ദൈവം ന്യായം വിധിച്ച് നിന്നെ നിത്യ നരകത്തിലേക്ക് തള്ളുന്നതാണെന്ന് അറിഞ്ഞിരിക്കണം. രക്ഷിക്കപ്പെട്ടവരെ, വിശുദ്ധന്മാരെ, എന്റെ കർത്താവ് വരുമ്പോൾ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നതാം ഹല്ലേലൂയ രൂപാന്തരപ്പെട്ടു എന്റെ അവരോടുകൂടെ യേശുവിനെ എതിരേൽക്കേണ്ടതിന് ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. കാഹളം ധ്വനിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. 4 വാക്യം 20:4. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. 5 വാക്യം വായിച്ചു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ആരായി ശേഷമുള്ളവരെന്നറിയാവോ? മൂത്ത കത്തോലിക്കൻ, മൂത്ത പെന്തിക്കോസുകാരൻ, മൂത്ത CSI-കാരൻ, മൂത്ത മാർത്തോമാക്കാരൻ,
മൂത്ത യുവാഞ്ചലിക്കക്കാരൻ ഞങ്ങൾക്ക് സഭ മതി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് യേശുവിന് ഹൃദയം കൊടുക്കാതിരിക്കുന്ന നിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരിച്ചവരിൽ ശേഷമുള്ളവരെന്ന് കേട്ടോ. 1000 ആണ്ട് വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിൽ നിന്നെ 18 തിരുമേനിമാരും പോപ്പ് തിരുമേനിയും കൂടെ കൊണ്ടുപോയി അടക്കിയാലും നീ അവിടെ വരികയില്ല. കാട്ടും തിരുമേനിമാരുടെ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. വൈര് പോട്ടെ. സെൻട്രൽ പാസ്റ്റർ കൊണ്ടുപോയി അടയ്ക്കാലും പോകത്തില്ല. കാരണം സെൻട്രൽ പാസ്റ്റർക്ക് പോണേൽ അങ്ങേരും രക്ഷിക്കപ്പെടണം. ഇനി മറ്റവർ വഴക്കുണ്ടാക്കണ്ട. വായിച്ചു. എല്ലാരും ചിരിക്കുക. ഇതൊന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. വിശുദ്ധന്മാരെ, ഭാഗ്യവാന്മാരെ, ഒന്നാം പുനരുത്ഥാനത്തിൽ എനിക്കും പങ്കുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രിസ്തുവിൽ ജീവിക്കുന്നവരും ക്രിസ്തുവിൽ മരിക്കുന്നവരും ഭാഗ്യമുള്ളവരാണ്. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തിന് രക്ഷിക്കപ്പെട്ടവരുടെ മേൽ അധികാരമില്ലെന്ന് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. വായിര് അവസാനം 14-ാം വാക്യം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. 19 ഒക്കെ നമുക്ക് പിന്നെ വായിക്കാം. ഇപ്പൊ വേണേ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു. മരിച്ചവരാവോലെ വൃന്ദം വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. വായിച്ചാട്ടെ. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൽ നിന്ന് നിത്യമായി വേർപെട്ട് ആത്മീക മരണം സംഭവിച്ച് നരകത്തിൽ തീപ്പൊയ്കയിൽ രാപ്പകൽ ദണ്ഡനം സഹിക്കുന്നതാണ് പാപത്തിന്മേലുള്ള ദൈവത്തിന്റെ ശിക്ഷ. ദൈവത്തിന്റെ ന്യായവിധി അത് നിറവേറ്റി രക്ഷപ്പെടുവാൻ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും സാധ്യമല്ല. എന്തെന്നാൽ ശിക്ഷാവിധി തന്നെ നിത്യമായി ദൈവത്തിൽ നിന്നകന്ന് യാതന അനുഭവിക്കുകയാണ്. അത് കൊടുത്ത് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. എന്തെന്നാൽ ശിക്ഷാവിധി തന്നെ മനുഷ്യനാൽ അസാധ്യമായ കാര്യമാണ്. അതിൽ നിന്ന് ഒഴിയുവാൻ സാധ്യമല്ലേ? എന്തെന്നാൽ നീതിമാനായ ദൈവത്തിന്റെ നീതിക്ക് കോട്ടം തട്ടുക സാധ്യമല്ല. ദൈവം മനുഷ്യന്റെ കണ്ണുനീര് കണ്ട്, ദൈവം മനുഷ്യന്റെ പുണ്യപ്രവൃത്തി കണ്ട് അവനോട് മനസ്സലിവ് തോന്നി അവന്റെ നീതി നടപ്പാക്കാതെ അവനെ സ്വർഗത്തിന് അർഹനാക്കിയാൽ ദുഷിച്ച ന്യായാധിപതിയായി ദൈവം തീരും. ദൈവത്തിന്റെ നീതി ദുഷിക്കുക സാധ്യമല്ല. മാറ്റമില്ലാത്ത ദൈവമേ, വിശ്വസ്തനായ ദൈവമേ, നീതിമാനായ ദൈവമേ, വിശുദ്ധനായ ദൈവമേ, നിന്റെ നീതിക്ക് കോട്ടം തട്ടുക സാധ്യമല്ല. ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ യാതൊരു ആശയ്ക്കും വഴിയില്ലാതെ നിസ്സഹായനായി നിഗ്രഹിക്കണം. പ്രസാദ് ചെറിയാനെ നിഗ്രഹിക്കണമെന്ന് ദൈവം വിധി എഴുതി അവന്റെ കോടതിയിൽ നിൽക്കുന്ന പ്രസാദ് ചെറിയാനെ നോക്കിക്കൊണ്ട് ദൈവസ്നേഹം പറയുന്നു. ദൈവനീതി അവനെ തകർക്കണമെന്ന് പറയുമ്പോൾ ദൈവനീതി പറയുന്നു, മോനെ, നീ മരിക്കേണ്ട ആവശ്യമില്ല. നീ മരിക്കേണ്ട സ്ഥാനത്ത് നിന്നെ രക്ഷിപ്പാനായി ഞാൻ കടന്നു വരികയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവസ്നേഹം നീതിമാനായ ഒരു ദൈവത്തെ വേദപുസ്തകത്തിൽ കാണുമ്പോൾ സ്നേഹവാനായ ഒരു ദൈവത്തെ നാം കാണുകയാണ്. മനുഷ്യനെ തേടി വന്ന ഒരു ദൈവത്തെ, പാപിയെ രക്ഷിക്കുന്നതിനായി ഈ ലോകത്തിൽ ദൈവം സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ എവിടെയെങ്കിലും മനുഷ്യർ കാണാൻ കഴിയുമെങ്കിൽ വിശുദ്ധ വേദപുസ്തകം മാത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാപിയെ സ്നേഹിക്കുന്ന ദൈവം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന യവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അമേരിക്കക്കാരെ സ്നേഹിച്ച നല്ല ലോകത്തെ സ്നേഹിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തുള്ള സകല മനുഷ്യരെയും ജാതിമത വ്യത്യാസം കൂടാതെ, സഭാവ്യത്യാസം കൂടാതെ ഭാവിയായ മനുഷ്യനെ നിന്നെ രക്ഷിപ്പാൻ എന്റെ ദൈവം മനുഷ്യനായി. അവൻ സ്നേഹം അവനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു. കേട്ടോ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശത്രുക്കളായിരുന്നോ, ഭാവികളായിരിക്കുന്നോ, നിന്നെയും എന്നെയും സ്നേഹിച്ചുകൊണ്ട് നാം മരിക്കേണ്ട സ്ഥാനത്ത് മരണമില്ലാത്ത ദൈവമേ, നീ മരിക്കുന്നതിനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പാപമില്ലാത്തവൻ മരിക്കേണ്ട ആവശ്യമില്ല. പാപികളായ നമ്മുടെ സ്ഥാനത്ത് എന്നെ കേൾക്കുന്ന മോനെ, മോളെ, നിന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റുകൊണ്ടാണ് യേശു കാൽവരി ക്രൂശിൽ മരിച്ചത്. അവന്റെ മരണം യാഗമായിരുന്നു, ബലിമരണമായിരുന്നു. യേശു ക്രിസ്തു നന്മ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ സഞ്ചരിച്ചു. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് കയ്യാല കുത്തി കൊടുക്കാനല്ല, യൂണിയൻ ഉണ്ടാക്കാനല്ല. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പാവപ്പെട്ടവന്റെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അല്ലോ. എന്റെ യേശു വന്നത് പാപിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. മനുഷ്യ,
നിന്റെ പ്രവൃത്തികളാൽ രക്ഷ സാധ്യമായിരുന്നുവെങ്കിൽ യേശു എന്തിന് ഈ ലോകത്തിലേക്ക് വന്നു? ശ്രദ്ധിച്ചു കേള്. 1 തിമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ വേറൊരാള് വേഗം വായിക്കാം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനം തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ യേശു പാപികളെ രക്ഷിപ്പാൻ, പാപിയെ സ്നേഹിച്ചുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന യവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ച് സ്നേഹം അവനെ സ്വർഗത്തിൽ നിരക്കിക്കൊണ്ടുവന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഭാവികളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു എന്ന്. ഭാവികളായിരിക്കുമ്പോൾ തന്നെ അവന്റെ ഇംഗ്ലീഷില് ഗോഡ് കമൻഡത്ത് ഹിസ് ലവ് ടുവേർഡ് us. വായിച്ച മോനെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. റോമർ 8-ന്റെ 5 അതെ. വായിച്ചോട്ടെ. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ഉം 10-ഉം വാക്യങ്ങളാണോ? 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചേ. 8-ന്റെ 5 തിരിഞ്ഞുപോയി, വയസ്സായി പോയില്ലേ? 5-ന്റെ 8 തന്നെയാണോ? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ. ഇതേതാ? 5-ന്റെ 8. 5-ന്റെ 8 അല്ലേ ഞാൻ വായിക്കാൻ പറഞ്ഞു? അല്ല, 8-ന്റെ ആണോ? അത് പറഞ്ഞത് തിരിഞ്ഞു പോയതാ, സോറി. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങ് തിരിഞ്ഞു പോയതാ. 5-ന്റെ 8 തന്നെ. എനിക്കറിയാം 5-ന്റെ 8 ആണെന്ന്. വായി. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ദൈവ സ്നേഹം മനുഷ്യൻ കണ്ടത് കാൽവറി ക്രൂസിലാ. ലോകം കണ്ടിട്ടുള്ള എല്ലാ സ്നേഹത്തെയും അതിജീവിക്കുന്നു. നിസ്തുലമായ സ്നേഹത്തിന്റെ കഥ കാൽവറി ക്രൂസ് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ ഉപദ്രവിക്കുന്ന മനുഷ്യ, ക്രിസ്ത്യാനിയെ ഉപദ്രവിക്കുന്നവന് ദൈവനാമത്തിന് അപമാനം വരുത്തിക്കൊണ്ട് ക്രിസ്ത്യാനി എന്ന പേര് വെച്ചുകൊണ്ട് യേശുവിന് ഹൃദയം കൊടുക്കാതെ യേശുവിന് ശത്രുവായി പോകുന്ന മനുഷ്യ, നിന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ദൈവമില്ലെന്ന് പറയുന്ന ഒരു നിരീശ്വരവാദി എന്നെ കേൾക്കുന്നുവെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. അവന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിലേക്ക് ഈ രാത്രി കടന്നു വരുവാൻ ദൈവം വിളിക്കുകയാണ്. അവന്റെ സ്നേഹം നിസ്തുലമാണ്. അവന്റെ മരണം നിസ്തുലമായിക്കുവാൻ കാരണം മരണമില്ലാത്ത ദൈവം മനുഷ്യനായി മനുഷ്യരുടെ പാപത്തിന്റെ ശിക്ഷ ചുമന്നുകൊണ്ട് കാൽവറി ക്രൂശിൽ മരിച്ചു. എബ്രായ ലേഖനം 9-ന്റെ 26. ഇങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. പാപപരിഹാരം എങ്ങനെ വരുത്തും മോനെ? യേശുവിന്റെ യാഗം കൊണ്ട്, യേശുവിന്റെ കാൽവറി ക്രൂശിലല്ലാതെ പാപപരിഹാരം ഉണ്ടാകുന്നില്ല. അവൻ പാപപരിഹാരം സ്വന്തം യാഗം കൊണ്ട് വരുത്തുവാനാണ് ഈ ലോകത്തിൽ പ്രത്യക്ഷനായത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ തന്റെ ശരീരം, യോഹന്നാന്റെ സുവിശേഷം 1:29, കടന്നു പോകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന. അങ്ങനെയാണോ അതോ അമേരിക്കക്കാരന്റെ പാപത്തെ ചുമക്കുന്നതാണോ? എന്നെ എഴുതിയത് ഒന്ന് വായിച്ചേ. അങ്ങനെ തന്നെയാണല്ലോ എല്ലാ ബൈബിളിലും. മോനെ, ഈ ലോകത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്റെ കർത്താവായ യേശു ക്രിസ്തു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിച്ചാട്ടെ. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്നു ദൈവത്തിന്റെ കുഞ്ഞാട്. അവന്റെ യാഗം സകല മനുഷ്യജാതിയുടെയും പാപത്തിന്റെ പ്രായശ്ചിത്തമായിരുന്നു എന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? പ്രൊപ്പീസിയേഷൻ എന്നുള്ള പദമാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ യേശുവിന്റെ കാൽവറി യാഗത്തിൽ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണമേ. മനുഷ്യന്റെ മേലുള്ള പാപത്തിന്മേലുള്ള ദൈവന്യായ വിധിയുടെ സകല അവകാശവാദങ്ങളും കാൽവറി ക്രൂശിൽ തൃപ്തി അടയപ്പെട്ടു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രി പാപത്തിന്മേലുള്ള ശിക്ഷ എന്റെ കർത്താവ് ചുമന്നൊഴിച്ചു. ലോക ചരിത്രം മുഴുവനും നോക്കിയാൽ പാപിയെ രക്ഷിപ്പാനായി ലോകത്തിൽ വന്ന വേറൊരു വ്യക്തിയെ കാണുകയില്ല. പാപിയെ രക്ഷിപ്പാനായി ഈ ലോകത്തിൽ എന്റെ കർത്താവല്ലാതെ
മറ്റാരും വന്നിട്ടില്ലേ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നിങ്ങൾ വായിച്ചാട്ടെ. വേഗം വായിക്കണേ, പ്രാർത്ഥിച്ച് നിർത്തുവാൻ പോകുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരാത്മാവിന്റെ രക്ഷ, ഒരാത്മാവിന്റെ വില ലോകത്തെക്കാൾ വലുതായിരിക്കുമ്പോൾ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ദൈവജനമേ, കേട്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഹൃദയം കൊടുക്കുവാനായിട്ട്, യേശുവിന് ഹൃദയം കൊടുക്കാൻ ദൈവജനങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ വളരെ വേഗം നിർത്താൻ പോകുകയാണ്. യേശുവിന്റെ മരണത്തിന്റെ നിസ്തുലത എന്ത്! അവന്റെ മരണത്തിന്റെ നിസ്തുലത എന്ത്! മനുഷ്യോ, നിന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റുകൊണ്ട് വായിച്ചട്ടെ. 1 പത്രോസ് 2:24 വാക്യങ്ങൾ. നാളെ ഇത്രയും ഞാൻ പറയത്തില്ല, നിങ്ങൾ കടന്നു വരണം. വാക്യം, ദൈവത്തിന്റെ വചനം സംസാരിക്കട്ടെ. ഞാൻ എന്തിന് സംസാരിക്കണം? ദൈവമേ, നിന്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളായിരിക്കോ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. കല്ലായുള്ള ഹൃദയങ്ങളെ രാത്രി ഉരുക്കണമെന്ന്. മരണത്തിന് നീ എന്ത് വില കൽപ്പിച്ചിട്ടുണ്ട്? ദൈവസ്നേഹത്തിന് നീ എന്ത് വില കൽപ്പിച്ചിട്ടുണ്ട്? കാൽവരി സ്നേഹത്തിന്റെ മുൻപിൽ കർത്താവേ, ഈ രാത്രി പാപിയായ ശത്രുവായ എന്നെ സ്നേഹിച്ച ദൈവമേ, എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത കർത്താവേ, നിന്റെ മുമ്പിൽ ഞാൻ എന്റെ മുട്ടുകൾ മടക്കുന്നു നീ പറയുമോ? വായിച്ചോട്ടെ. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വേഗം പറഞ്ഞു നിർത്തിക്കൊള്ളട്ടെ. പാപിയായ സകലരും പാപികളെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. സഭാവ്യത്യാസം കൂടാതെ, മതവ്യത്യാസം കൂടാതെ മനുഷ്യൻ പാപി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പാപിയായ മനുഷ്യൻ ദൈവ ന്യായവിധിയുടെയും ദൈവക്രോധത്തിന്റെയും കീഴിൽ നിൽക്കുകയാണ്. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് എബ്രായ ലേഖനം 9:27 പറയുന്നു. വായിപ്പിക്കുന്നില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് പാപിയായ മനുഷ്യർ ദൈവ ന്യായവിധിയുടെയും ദൈവക്രോധത്തിന്റെയും കീഴിൽ നിൽക്കുകയാണ്. ദൈവ ന്യായവിധിയുടെയും ദൈവക്രോധത്തിന്റെയും കീഴിൽ നിൽക്കുന്ന മനുഷ്യ, നിനക്ക് രക്ഷ പ്രാപിക്കുവാൻ, നിന്നെ രക്ഷിപ്പാൻ യേശു കാൽവരി ക്രൂശിൽ മരിച്ചു. മണി 8 പോലും ആയിട്ടില്ല. നാളെ നിങ്ങൾ ദയവായിട്ട് ഇങ്ങോട്ട് വരരുത്. നിങ്ങൾ വരികയാണെങ്കിൽ 8:15 വരെയെങ്കിലും നിങ്ങളിവിടെ ഇരിക്കണം. പൊയ്ക്കാട്ടെ അമ്മച്ചി, പൊയ്ക്കാട്ടെ. ദയവായിട്ട് വളരെ സ്നേഹത്തോടെ പറയുകയാണ്. 8 മണി പോലും ആയില്ല. സിനിമയ്ക്കാണെ 10 മണി വരെ കുത്തിയിരിക്കും. നിങ്ങളല്ല, ചില പുള്ളികൾ. നിങ്ങൾ നല്ല ആളുകളാണ്, നിങ്ങൾക്ക് വണ്ടി പോകും, അതുകൊണ്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. എനിക്ക് വിഷമമില്ല. നിങ്ങൾ എന്നെ വിഷമിപ്പിക്കരുതെന്ന് മാത്രം വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ക്രൂശിനെ പറ്റിയും അവൻ്റെ മരണത്തെപ്പറ്റിയും പറയുകയാണ്. നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ? നിങ്ങൾ ഈ സമയത്ത് എഴുന്നേറ്റ് പോകരുത്, തെറ്റാണ്. ഞാൻ പ്രസംഗം നിർത്താൻ പോകുകയാ. 8:15 പ്രസംഗം നിർത്തണമെന്ന് പറഞ്ഞു. 8 വേണേ നിർത്തിയേക്കാം. നിങ്ങളുടെ വണ്ടി പോകുമെങ്കിൽ നേരത്തെ എന്നോട് പറഞ്ഞാട്ടെ. കുഞ്ഞാട്ടിൻ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, താൻ ചാങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. മഹത്വം രക്ഷകാസ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസേൻ നാളെല്ലാം. ഹല്ലേലൂയ വണങ്ങും, ആർപ്പോടു നിന്നെ ഘോഷിക്കും. ഈ സിയോൻ യാത്രയിൽ മുന്നോട്ടു തന്നെ ഓടുന്നു എൻ വിരോധിയായി. ലഭിക്കും നിശ്ചയം എൻ വിരോധനിക്ക് ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. ഭാവിക്കൂ വന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നു ദൂതന്മാരുടെ മധ്യത്തിൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു നിർത്തുവാൻ പോകുകയാണ്.
ദൈവ ന്യായവിധിയുടെ കീഴിൽ നിൽക്കുന്ന മനുഷ്യന് രക്ഷ പ്രാപിപ്പാനായി ദൈവം ഒരുക്കിയ ഏക വഴി എന്റെ കർത്താവായ യേശു ക്രിസ്തുവും അവന്റെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും മാത്രമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം അതിൽ പ്രശംസിക്കുവാനുള്ള കാരണം എന്ത്? നേതാക്കന്മാരുടെ മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ എന്റെ യേശുവിന്റെ കല്ലറ യെരൂശലേമിലുണ്ട്. അത് തുറന്നു കിടക്കുകയാണ്. ഹല്ലേലൂയ. അവൻ മരിച്ച ദൈവമല്ലേ? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് നിന്നെ രക്ഷിപ്പാനായി നിന്റെ ഹൃദയവാതിൽക്കൽ ഈ രാത്രി മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരുമോ? ദൈവമേ, ഭാവിയായ മനുഷ്യനെ രക്ഷ പ്രാപിക്കുവാൻ പണം ചെലവാക്കേണ്ട ആവശ്യമില്ല, ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല, നീ നിന്റെ ദേഹത്തെ ദണ്ഡിപ്പിക്കേണ്ട ആവശ്യമില്ല. നീ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് എന്റെ കർത്താവേ, എന്റെ പാപത്തിന്റെ ശിക്ഷ കാൽവറിയിൽ നീ കൊടുത്തതിനായി ഞാൻ നന്ദി കരേറ്റുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവേ, എന്നെ സ്നേഹിച്ച ഭാവിയായ അക്രമക്കാരനായ അന്യായക്കാരനായ എന്നെ സ്നേഹിച്ച എന്റെ യേശുവിന്റെ സ്നേഹത്തിന് ഈ രാത്രി ഞാൻ വിലകൽപ്പിക്കുകയാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ആ സ്നേഹം കണ്ടപ്പോൾ യേശുവിന് ശത്രുവായി ക്രിസ്ത്യാനികളെ വലിച്ചടിച്ചടച്ച് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ യേശുവിന്റെ ദാസനായി, യേശുവിന്റെ അടിമയായി രൂപാന്തരം പ്രാപിക്കുവാൻ തക്കവണ്ണം അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. എന്നെ രൂപാന്തരപ്പെടുത്തിയ പൗലോസിനെ രൂപാന്തരപ്പെടുത്തിയ എന്റെ കർത്താവ് നിന്നെയും ഈ രാത്രി രൂപാന്തരപ്പെടുത്തി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ കടന്നു വന്നിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങൾ വായിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. എബ്രായർ 9:27 പറയുന്നു, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്നാണ്. അതേ വേദപുസ്തകം പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല എന്ന്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുകയോ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും, വെളിച്ചമാകുന്ന ക്രിസ്തു ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവരുടെ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത് തന്നെ ഞങ്ങളുടെ പിതാക്കന്മാരെക്കാൾ, ഞങ്ങളുടെ തിരുമേനിമാരെക്കാൾ, ഞങ്ങളുടെ അച്ഛന്മാരെക്കാൾ, ഞങ്ങളുടെ പാസ്റ്റർമാരെക്കാൾ, ഞങ്ങളുടെ മറ്റുള്ളവരെക്കാൾ ഈ യേശു വലിയവനാണോ? ഞങ്ങൾക്ക് പ്രവാചകന്മാരുണ്ട്, ആരാധനയുണ്ട്, യാഗമുണ്ട്, ചടങ്ങുണ്ട്, ആചാരമുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് മതി, യേശുവിനെ ഇപ്പോൾ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവനെ പുറന്തള്ളുന്നതാണ് ന്യായവിധിയുടെ മാനദണ്ഡം. മനുഷ്യ, പ്രസാദ് ചെറിയാൻ ഇത്രയും പാപം ചെയ്തു, ഇവിടെ ഇരിക്കുന്ന കൊച്ചവറാച്ചൻ ഇത്രയും കൊച്ചുപാപം ചെയ്തു, അതല്ല ന്യായവിധിയുടെ മാനദണ്ഡം. നിന്നെ രക്ഷിപ്പാനായി എന്റെ യേശു ഈ ലോകത്തിൽ വന്നിട്ട് അവന്റെ ക്രൂശിൽ കൂടി തുറന്നിട്ട വഴി സൗജന്യമായി പണം കൊടുക്കാതെ ആർക്കും പ്രവേശിക്കുവാനായി, നീ എത്ര ഭയങ്കര ഭാവിയാണെങ്കിലും നിനക്ക് പ്രവേശിപ്പാനുള്ള ഏക വഴി എന്റെ കർത്താവ് തുറന്നിട്ട് അത് തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ന്യായവിധി എന്നതോ. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും ഇപ്പോൾ എനിക്ക് യേശുവിനെ ആവശ്യമില്ല. മോനെ, നിനക്കിപ്പോൾ യേശുവിനെ ആവശ്യമില്ലെന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ എത്രയും വേഗം നിനക്ക് യേശുവിനെ ആവശ്യം വരും. ഒരുപക്ഷെ അത് വളരെ താമസിച്ചു പോകും. ഒരു ചെറിയ കഥ പറഞ്ഞാൽ ഞാൻ നിർത്തട്ടെ. ഒരച്ഛൻ ഒരു സ്ഥലം മാറി ചെന്നു. അനേക ഭവനങ്ങൾ സന്ദർശിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ ധനാഢ്യനായ വ്യക്തിയുടെ ഭവനത്തിൽ ചെന്നു. ആ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അവന്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നു. ആ സ്ത്രീ അച്ഛനെ കൊണ്ടുവന്ന് വിലപിടിപ്പുള്ള പല സാധനങ്ങൾ അവന്റെ ഭവനത്തിലുള്ളത് മുറിമുറിയായി കൊണ്ടു നടന്ന് കാണിച്ചിട്ട് അവസാനം അവര് മുൻവശത്തെ മുറിയിലേക്ക് കടന്നു വന്നു. ബഹുമാനപ്പെട്ട പട്ടക്കാരൻ ഇങ്ങനെ ചോദിച്ചു, സഹോദരി, നിന്റെ വീട്ടിലെ വിലപിടിപ്പുള്ള വിശേഷ സാധനങ്ങള് ഒക്കെ നീ എന്നെ കാണിച്ചല്ലോ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, യേശു നിന്റെ ഭവനത്തിലുണ്ടോ? ഒട്ടും പിടിച്ചില്ല കൊച്ചമ്മയ്ക്ക്. പണമുണ്ട്, പ്രതാപമുണ്ട്, ആരോഗ്യമുണ്ട്, സൗകര്യങ്ങളുണ്ട്. അഹങ്കരിക്കാതെ മോനെ. ഒറ്റ നിമിഷം കൊണ്ട് വേൾഡ് ട്രേഡ് സെന്റർ ഒറ്റ മണിക്കൂർ കൊണ്ട് ചാമ്പലായി കേട്ടോ. പിന്നെയാണോ നീ നിൽക്കുന്നത്? ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരൊറ്റ ശ്വാസമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അഹങ്കരിക്കാതെ യേശുവിനെ ഇപ്പോൾ എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് കൊച്ചമ്മ ഉത്തരം പറഞ്ഞു. അച്ഛൻ ഒട്ടും വിട്ടില്ല. വിസിറ്റിംഗ് കാർഡ് എടുത്തു കൊടുത്തേച്ച് പറഞ്ഞു, എപ്പോഴേലും ആവശ്യം വന്നാൽ എൻ്റെ നമ്പർ ഇതിലുണ്ടെന്ന് വിളിച്ചേക്കണേ. ദൈവത്തോട് കളിക്കാതെ. അച്ഛൻ അധികം നാള് താമസിക്കേണ്ടതായി വന്നില്ല. ഒരു രാത്രി ഫോൺ ശബ്ദിച്ചു. എടുത്തപ്പോൾ തേങ്ങി കരയുന്ന ഒരു സ്ത്രീയുടെ ശബ്ദം. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ പറയുകയല്ലേ, ശ്രദ്ധിച്ച് കേട്ടെ. അച്ഛാ, അവിവേകമായി യേശു വേണ്ട എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഞാന്.
ഓടി വരണമേ. അച്ഛൻ ചെന്നപ്പോൾ സുമുഖനായ, ആരോഗ്യവാനായ, ധനികനായ ഭർത്താവ് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മോളെ, ഈ ലോകത്തിൽ നിനക്ക് പിടിപ്പാൻ ഒന്നുമില്ലേ? മോനെ, നിന്റെ ആരോഗ്യമോ, നിന്റെ സമ്പത്തോ, നിന്റെ പണമോ, നിന്റെ പ്രതാപമോ, നിന്റെ ജോലിയോ, ഫോറിലുള്ള നിന്റെ മക്കളോ, പണമോ, ഒന്നും എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് തീർന്നാണെന്ന് ഓർത്തുകൊള്ളുക. നീ പിടിക്കുന്ന സ്ഥാനങ്ങളെല്ലാം പറഞ്ഞു പോരുന്നതാണ്. എന്റെ യേശുവിനെ പിടിക്ക്. ജീവനിലും മരണത്തിലും നീ ഭാഗ്യമുള്ളവനായിരിക്കും, ഭാഗ്യമുള്ളവളായിരിക്കും കേട്ടോ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിച്ചു കൊള്ളുവീൻ. നിങ്ങളുടെ കാലുകൾ അന്ധകാര പർവ്വതത്തിൽ തട്ടിക്കിടറുന്നതിന് മുൻപേ യഹോവയ്ക്ക് മഹത്വം കൊടുക്ക്. യോഹന്നാൻ 1:12. അത് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളാൻ വായിക്കുന്നില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ രാത്രി യേശു നിന്റെ ഹൃദയവാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിൽ വരും. ഈ രാത്രി ആത്മാർത്ഥമായി കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയവാതിൽ അവനായി തുറന്നു കൊടുക്കുമോ? ആർക്കും തരാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും, ഈ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത അനുഗ്രഹീത അനുഭവങ്ങളും ആ സെക്കൻഡിൽ അവൻ നിനക്ക് തരുമേ. നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് ദൈവരാജ്യത്തിന് നിന്നെ അവകാശിയാക്കി തീർക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതും. തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ബറബാസിന്റെ ജീവചരിത്രത്തിൽ ഇങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. അത് യഹൂദ പാരമ്പര്യത്തിലെ ഒരു ചരിത്ര കഥയാണ്. ബറബാസ് കവർച്ചക്കാരനായിരുന്നു, കൊലപാതകനായിരുന്നു, രാജ്യത്തെ തകിടം മറിക്കാൻ ശ്രമിച്ച മനുഷ്യൻ. ആ മനുഷ്യനെ ക്രൂശിക്കേണ്ട ദിവസം ജയിലർ വന്ന് പറഞ്ഞു, ബറബാസെ, നിന്നെ നിരുപാധികം മോചിപ്പിച്ചിരിക്കുന്നു. അവൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. നീ ഒന്നും ചോദിക്കാതെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഒരു ഭ്രാന്തനെ പോലെ അവൻ ഇറങ്ങി വഴിയിലേക്ക് ഓടി പലരോടും പറഞ്ഞു, ഞാനാണ് ബറബാസ്, ഞാൻ എങ്ങനെ രക്ഷ പ്രാപിച്ചു? ആരോ പറഞ്ഞു, നീ എങ്ങനെ രക്ഷ പ്രാപിച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒന്ന് ഞങ്ങൾക്കറിയാം, നീ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്രൂശിൽ, നീ മരിക്കേണ്ട സ്ഥാനത്ത് നല്ലവനായ യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ക്രൂശിൽ തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ അവിടെ ഒന്ന് ചിന്തിച്ചു, ദൈവമേ, നല്ലവനെ സ്നേഹിക്കുന്നവർ കണ്ടേക്കാം, നല്ലവന് വേണ്ടി ആരെങ്കിലും ജീവനെ കൊടുത്തേക്കാം. കൊലപാതകനായ, കവർച്ചക്കാരനായ, അക്രമക്കാരനായ, രാജ്യദ്രോഹിയായ എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് മരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മരിക്കുന്നതിന് മുൻപേ എനിക്ക് ആ വ്യക്തി ഒന്ന് കാണണം. അവൻ നേരെ കാൽവറിയിലേക്ക് ഓടി. ദൂരെ നിന്ന് എൻ്റെ യേശുവിൻ്റെ സ്നേഹമുള്ള കണ്ണുകൾ അവനെ പിടിച്ചവങ്കിലേക്ക് അടുപ്പിച്ചു. ഓടിച്ചെന്ന് യേശുവിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് 3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു, യേശുവേ, നീ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നെനിക്കറിയാം, നീ മരിക്കുന്നതിനാൽ ഞാൻ ജീവനുള്ളവനായി തീർന്നു. അവൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിൻ്റെ സാക്ഷിയായി ജീവിച്ചു എന്ന് ചരിത്രം പറയുന്നു. എന്നെ കേൾക്കുന്ന മോനെ, യേശുവിൻ്റെ സ്നേഹത്തിന് നീ വില കൽപ്പിക്കുമോ? ഈ രാത്രി കർത്താവേ, യേശു നീ മരിച്ചതുകൊണ്ട്, നീ കാൽവറിയിൽ എൻ്റെ സ്ഥാനത്ത് മരിച്ചതുകൊണ്ട് എനിക്ക് നിത്യജീവൻ നീ ദാനമായി നൽകുകയാണ്. അത് ഞാൻ സ്വീകരിക്കുമെന്ന് അവൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് നീ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നിനക്ക് നിത്യജീവൻ നൽകുവാൻ, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ, ദൈവനീതി നിറവേറ്റുവാൻ, ദൈവ പൈതലാക്കി തീർക്കുവാൻ, ദൈവരാജ്യത്തിന് അവകാശിയാക്കി തീർക്കുവാൻ, നിന്റെ പാപമോചനം തരുവാൻ വേണ്ടി എൻ്റെ യേശു കാൽവറിയിൽ ജീവൻ വെടിഞ്ഞു. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ. നല്ല തലകളെ വണക്കിയിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ വാചകമായിട്ട് ആ പാട്ടിൻ്റെ 2 അടികൾ പ്രാർത്ഥനയോടുകൂടി പാടാൻ പോകുകയാണ്. രക്ഷിക്കപ്പെടാത്തവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകയില്ല കർത്താവേ, എൻ്റെ ഈ പാപത്തെ എന്നോട് ഓർക്കരുതേ, നിന്നെ ഞാൻ രക്ഷകനായി സ്വീകരിക്കുന്നു. പ്രാർത്ഥനയോടെ പാടാമോ? ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ
സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തെ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ഞാൻ ഇന്നു മുതൽ ദൈവത്തിന്റെ പൈതലായി ജീവിക്കും. എനിക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ വെടിഞ്ഞ എൻ്റെ യേശുവിനെ ഇന്ന് ഞാൻ എൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച കർത്താവിനെ സ്വീകരിപ്പാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രകടനമായി ഞാനൊരു പ്രാർത്ഥനയുടെ വാചകം ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആ പ്രാർത്ഥനയുടെ വാചകം എൻ്റെ പിന്നാലെ ചൊല്ലുമോ? പ്രാർത്ഥനയല്ല രക്ഷിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രകടനമായി നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട്, കർത്താവേ എനിക്കിനി ലോകം വേണ്ട, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയേറ്റു മരിച്ച കർത്താവേ, എന്നെ ദൈവരാജ്യത്തിന് അവകാശിയാക്കുവാൻ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ നീയാണല്ലോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് നിന്നെ എൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവെന്ന് ആത്മാർത്ഥമായി നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന സമയം നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് യേശു നിന്റെ ഉള്ളിൽ കടന്നു വരും, നിന്നെ സ്വർഗത്ത് രാജ്യത്തിന് അവകാശിയാക്കി തീർക്കും. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥനയുടെ വാചകങ്ങൾ എൻ്റെ പിന്നാലെ ചൊല്ലിക്കാട്ടെ. സ്നേഹവാനായ കർത്താവേ, ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്നെ സ്നേഹിച്ച് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ കാൽവരിയിൽ ചുമന്നൊഴിച്ച കർത്താവേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഉയർത്തെഴുന്നേറ്റ കർത്താവേ, എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്കായി തുറന്നു തരുന്നു. അങ്ങൻ്റെ ഉള്ളിൽ കടന്നു വരണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. സ്നേഹവാനായ കർത്താവേ, പ്രാർത്ഥിച്ച കർത്താവിനെ സ്വീകരിച്ച നിന്റെ മക്കൾക്കായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിശ്വാസത്താൽ എൻ്റെ കർത്താവ് ഈ രാത്രി അവരുടെ ഉള്ളങ്ങളിൽ കടന്നു വന്നിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാൽ, പാപങ്ങൾ ക്ഷമിച്ചിരിക്കുകയാൽ, ദൈവമക്കളായി അവർ വീണ്ടും ജനിച്ചിരിക്കുകയാൽ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, സാത്താൻ തൊടാതെ വണ്ണം യേശുവിന്റെ രക്തം മുദ്ര കുത്തി അവരെ കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങൾ അനുഗ്രഹത്തിന്റെയും പുതിയ ജീവിതത്തിന്റെയും അനുഗ്രഹീതമായ അനുഭവങ്ങൾ വിളങ്ങിക്കാണുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ ചെയ്താട്ടെ. ആരെങ്കിലും ഹൃദയത്തെ കഠിനമാക്കിയിട്ടുണ്ടെങ്കിൽ തുടർന്നവരോട് ഈ രാത്രി സംസാരിക്കണമേ. കടന്നു വന്ന സകലരെയും അനുഗ്രഹിക്കണമേ. രോഗികളായി ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ രോഗസൗഖ്യം നൽകുന്ന കർത്താവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഡോക്ടർ തള്ളിയ രോഗിയെ, യാതൊരാശയ്ക്കും വകയില്ലാത്ത മനുഷ്യ, മരുന്ന് ചെയ്ത് യാതൊരു നിവൃത്തിയുമില്ലാതെ കുഴഞ്ഞ് കടന്നു വന്നിരിക്കുന്ന നിരാശയോടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ രോഗസൗഖ്യം നൽകുന്ന കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. മകളെ, മകനെ, ധൈര്യപ്പെടുക. സ്വർഗശക്തി വാഞ്ഞിറങ്ങി വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ആ സഹോദരിയെ നീ കാണുന്നത് കൊണ്ട് സ്തോത്രം. ആ സഹോദരന് നീ കാണുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ ആണി തുളയ്ക്കപ്പെട്ട കരം തൊട്ട് പരിപൂർണ്ണ വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗശക്തി പാഞ്ഞിറങ്ങി വരുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വിടുതൽ നൽകിക്കാട്ടെ, ആരോഗ്യം നൽകിക്കാട്ടെ, സൗഖ്യം നൽകിക്കാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗത്തെ ശാസിക്കുകയാണ്. ഹല്ലേലൂയ. നീ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. വേദനയോടെ, ഭാരത്തോടെ, സമാധാനമില്ലാതെ, കണ്ണുനീരോടെ, പ്രശ്നങ്ങളോടെ, ആവശ്യങ്ങളോടെ കടന്നു വന്നിരിക്കുന്ന നിന്റെ ജനത്തെ കടാക്ഷിക്കണമേ. സകലത്തിനും മതിയായ ദൈവമേ, ഞങ്ങളുടെ സകല ആവശ്യങ്ങൾക്കും നീ മതിയായ ദൈവമായിരിക്കുക. സ്തോത്രം. പ്രശ്ന പരിഹാരി നീ ആയിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. നിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സകലരെയും അനുഗ്രഹത്തോടെ പറഞ്ഞയച്ചാട്ട് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ഈ രാത്രിയിലെ ദൈവത്തിന്റെ അതിപരിശുദ്ധ വചനം നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് ദൈവം സഹായിച്ചുവല്ലോ. ഈ ദേശത്തോട് നമ്മോട് ഇടപെട്ട ദൈവത്തിന് ഞാൻ നന്ദിയും സ്തോത്രം അർപ്പിക്കുന്നു.
പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് മുമ്പ് ദയവായിട്ട് ആരും എഴുന്നേറ്റ് പോകരുത് എന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ മീറ്റിംഗ് ഈ സമയത്ത് അവസാനിക്കുന്നത് കൊണ്ട് എല്ലാ റൂട്ടിലേക്കും മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ബസ് സൗകര്യം ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയാണ്. അതിനുശേഷം മാത്രമേ നിങ്ങൾ എഴുന്നേറ്റ് പോകാവൂ എന്ന് ഓർപ്പിക്കുന്നു. 1-2 കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓർപ്പിക്കട്ടെ. ഇന്ന് രാവിലെ 9 മണി മുതൽ ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു പ്രയർ സെമിനാർ നടക്കുകയായിരുന്നു. ഇന്ന് വരണമെന്ന് ഒരിക്കൽ ഓർപ്പിക്കുന്നു. കൃത്യം 5:30 PM ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മൾ പിരിയുകയാണ്. ക്യാമ്പസ് ക്രൂസൈഡിന്റെ സ്റ്റേറ്റ് ഡയറക്ടറായിരിക്കുന്ന ബഹുമാനമുള്ള സാമച്ചാൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും അതിനുശേഷം എരുമാപ്ര സഭയുടെ വികാരിയായിരിക്കുന്ന റവറൻ KD സാമച്ചൻ മുൻപോട്ട് കടന്നു വന്ന് ആശീർവാദം പറയുന്നതായിരിക്കും. അതിനുശേഷം മാത്രമേ നിങ്ങൾ പോകാവൂ എന്ന് ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദയവായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന പ്രിയപിതാവേ, ഈ രാത്രിയുടെ യാമത്തിലെ വീണ്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ നിസ്തുല്യതയെ പറ്റി വളരെ ഭംഗിയായി ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. എനിക്കോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഒന്നുമില്ല എന്ന് അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് പറയുവാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം നീ ഞങ്ങൾക്ക് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പാപികൾ മാനസാന്തരപ്പെട്ട് മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യേശു ക്രിസ്തുവിനെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അനുഭവത്തിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഈ കൺവെൻഷൻ മുഖാന്തരം നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു വിശ്വാസത്തിൽ വളർന്ന് കർത്താവെ സമൂഹത്തിനും സഭയ്ക്കും ഈ പ്രദേശത്തിനും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. പാപികൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന അനുഭവം കണ്ട് ഞങ്ങളും സന്തോഷിപ്പാൻ തക്കൊണ്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അന്തരീക്ഷത്തെ നീ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനായിട്ട് സ്തോത്രം. സാഹചര്യങ്ങളെ ഒക്കെ നീ നിയന്ത്രിച്ചതിനായിട്ട് സ്തോത്രം. ശബ്ദത്തെ നിയന്ത്രിച്ചതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്തതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. കർത്താവ് തന്റെ തിരുമുഖം പ്രകാശം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കർത്താവിന്റെ കൃപയാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹവും കാവലും നടത്തിയ സഹവാസവും ഇപ്പോഴും എപ്പോഴും നിങ്ങളോട് കൂടിയിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം.